ബോക്സിംഗ് ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വേട്ട നടത്തിയ ഇന്ത്യൻ സംഘത്തെ പരിശീലിപ്പിച്ചത് മലയാളിയായ ഡി ചന്ദ്രലാലാണ്. ഒളിമ്പിക്സിൽ സ്വർണ്ണ നേട്ടമാണ് ഇനി ലക്ഷ്യമിടുന്നതെന്ന് ചന്ദ്രലാൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ലിവർപൂളിൽ നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഉജ്ജ്വല പ്രകടനം നടത്തിയാണ് ഇന്ത്യൻ ടീം തിരിച്ചെത്തിയിരിക്കുന്നത്. ചരിത്രത്തിൽ അടയാളപ്പെടുത്താവുന്ന പ്രകടനമായിരുന്നു, നേട്ടമായിരുന്നു. ആ ടീമിന്റെ പരിശീലകൻ ചന്ദ്രലാൽ സാറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അഭിമാനകരമായ നേട്ടം തന്നെയാണ്. എങ്ങനെ കാണുന്നു ആ പ്രകടനത്തെ? ആദ്യം അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ഇതൊരു രണ്ടാമത്തെ ഒരു ഉയർത്തെഴുന്നേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇത് നമ്മൾ 2005 നമ്മൾ ദേശീയ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തു ഡൽഹിയിൽ വെച്ച്. പക്ഷേ അന്നത്തതും ഇന്നത്തതും തമ്മിലുള്ള വ്യത്യാസം, അന്ന് അധികം രാജ്യങ്ങളില്ലായിരുന്നു. ഇന്ന് 65 രാജ്യങ്ങളും 300 ചില്ലുവാനം ആണുങ്ങളും 280ഓളം പെൺകുട്ടികളും പങ്കെടുത്ത ഒരു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പാണിത്. അപ്പോൾ ഇപ്പോഴും 10 വെയിറ്റ് കാറ്റഗറിയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മെഡലേ ഉള്ളൂ, കോമ്പറ്റീഷൻ്റെ ലെവൽ കൂടി. അപ്പോൾ ഇത് വേൾഡ് ബോക്സിംഗ് എന്ന് പറയുന്ന സംഘടന വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ആണുങ്ങൾക്കും പെൺകുട്ടികൾക്കും ഒരേ വേദിയിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. കഴിഞ്ഞ ഒളിമ്പിക്സിന് ശേഷം ഇന്ത്യയുടെ പ്രകടനം അത്ര മെച്ചമൊന്നുമല്ലായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ആരും ഇത് റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ, നാഷണൽ ക്യാമ്പൊന്നും ഇല്ലാതെ നമ്മൾ നിന്ന ആ സ്റ്റേജിലാണ് ബോക്സിംഗ് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് അജയ് സിംഗ് എന്നെ വിളിച്ച് ഈ ചാലഞ്ച് ഏൽപ്പിക്കുകയും എല്ലാ നിർദ്ദേശങ്ങളും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഈ ചാലഞ്ച് ഏറ്റെടുത്തത്. പരിശീലനം അത്രത്തോളം കഠിനമായൊരു പരിശീലനം, കാരണം ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളെയാണ്, അല്ലെങ്കിൽ ഒരു ടീമിനെയാണ് നമുക്ക് ഉയർത്തി കൊണ്ടുവരേണ്ടിയിരുന്നത്. എത്രത്തോളം വലിയൊരു ടാസ്ക് ആയിരുന്നു അത് ഇപ്പോൾ പറഞ്ഞത് സത്യമാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇന്ത്യക്ക് വലിയ നേട്ടങ്ങളുണ്ടായപ്പോഴൊക്കെ നമ്മൾ ഇന്ത്യയിൽ നടത്തിയ മത്സരത്തിലാണ് നേട്ടങ്ങളുണ്ടായത്. ഇതൊരു ന്യൂട്രൽ ഗ്രൗണ്ടിൽ യൂറോപ്പിൽ പോയി യൂറോപ്യൻ കൺട്രീസിനെയും അതേ കണക്ക് ബാക്കി രാജ്യങ്ങളെ, പ്രഗത്ഭരായ രാജ്യങ്ങളെയും തോപ്പിച്ചാണ് നമ്മൾ ഈ സ്വർണം നേടിയത്. എന്നാൽ ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് മുമ്പ്, ഒരു മാസം മുമ്പ് വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു കസാഖിസ്ഥാനിൽ. അവിടെയാണ് നമ്മളുടെ ആധിപത്യം മറ്റുള്ള രാജ്യങ്ങളെ നമ്മൾ അറിയിച്ചത്. എങ്ങനെയാണ് നമ്മുടെ താരങ്ങളെ പരിശീലിപ്പിക്കുമ്പോൾ അവർക്ക് സ്ഥിരമായി നൽകുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഒരു പരിശീലനം സംബന്ധിച്ചിടത്തോളം അത് എന്നുള്ളത് ഏതൊരു മത്സരത്തിലും വളരെ നിർണായക ഒരു കാര്യമാണല്ലോ. ഒരു പരിശീലകൻ എന്ന നിലയ്ക്ക് എന്നെപ്പറ്റി പൊതുവെയുള്ള അഭിപ്രായം, ഞാനൊരു സോഫ്റ്റ് പരിശീലകനല്ല, ഞാനൊരു ടഫായിട്ടുള്ള പരിശീലകൻ. എൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ദർ ഇസ് നോ സ്പോർട്സ്. ബോക്സിംഗ് ഒരു ടഫ് കായികമാണ്, അവിടുത്തെ ഒരു ഡിസിപ്ലിൻ സ്പോർട്ടാണ്. അതിനാണ് ആദ്യം പ്രാധാന്യം. എന്തൊക്കെയാണ് ഇനിയുള്ള പ്രതീക്ഷകൾ? നേട്ടങ്ങൾ വലുതായിട്ട് എനിക്ക് എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് 38 വയസ്സുള്ളപ്പോൾ ദ്രോണാചാര്യ കിട്ടി. അർഹതയുള്ള ദ്രോണാചാര്യ. ഇന്നത്തെ മാതിരി ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ഒന്നുമില്ല. കറണ്ട് റിസൾട്ട്സ് എൻ്റെ സ്വന്തം ട്രെയിനിയുടെ നേട്ടങ്ങൾക്കാണ്, ക്യാമ്പിലെ ട്രെയിനീസിൻ്റെ അല്ല. എന്നാൽ ഇപ്പം എനിക്ക് ഞാൻ അപ്ലൈ ചെയ്താൽ എനിക്ക് ദ്രോണാചാര്യ കിട്ടാം, എനിക്കില്ലെങ്കിൽ. അപ്പോൾ എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് കോച്ചായിരിക്കും ഈ നേട്ടങ്ങൾ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് അവർക്ക് അതിൻ്റെ ഒരു ഭാഗമാണ്, അതങ്ങനെയാണ്. അപ്പോൾ ഇനി വലിയ വലിയ നേട്ടങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ചെയ്യുന്ന ജോലിയോട് കൂറ്. എന്തായാലും ബോക്സിങ്ങിൽ ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ല ബ്രൈറ്റായിട്ട് വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. അത് ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മളിപ്പം ഒളിമ്പിക്സിനുള്ള വെയിറ്റ് കാറ്റഗറിയിൽ ഗോൾഡ് വിൻ ചെയ്തു. അപ്പം നമ്മൾ ഒരു ഒളിമ്പിക് മെഡലിനല്ല, ഒളിമ്പിക് ഗോൾഡിന് പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള ടാലൻറ്റ് നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അവർക്ക് രാജ്യത്ത് ടഫായിട്ട് അവരുടെ കൂടെ കിട്ട നിൽക്കുന്ന ബോക്സേഴ്സ് നമ്മുടെ ക്യാമ്പിലുണ്ട്. സെക്കൻഡ് സ്ട്രിങ്ങും ഈക്വലി സ്ട്രോങ് ആണ്. അപ്പം നമുക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഏതായാലും ഏത് കരുത്തനെയും ഏത് കരുത്തെയും ഇടിച്ചു വീഴ്ത്താൻ ശേഷിയുള്ള താരങ്ങൾ നമുക്കുണ്ട്, ഇതുപോലുള്ള പരിശീലകരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും ഒരുപാട് നേട്ടങ്ങളിലേക്ക് തന്നെയാണ് ഇന്ത്യൻ ബോക്സിംഗ് പോവുക എന്ന. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.